بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1451 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ഒരു ആയത്താണ്. നടന്നു വരുന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ആ സന്ദർഭത്തിനോട് യോജിക്കുന്ന വിധത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള പൊതുകാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന ഈ 40-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ കാരണമായ സാഹചര്യം, അതിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ, അള്ളാഹുവിന്റെ അതിസംബന്ധമായ നടപടിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സൂറത്തില് എത്തിനിൽക്കുന്ന ഭാഗത്ത് പഠന വിധേയമാക്കുകയുണ്ടായത്. അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൈനബിനെ പത്നിയായി വിവാഹം ചെയ്തു കൊടുത്ത കാര്യം പ്രഖ്യാപിക്കുന്നത്. സവ്വജ്നാകഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അക്കാര്യം വെളിപ്പെടുത്തുന്നത്. സെയ്ദുമായുള്ള വിവാഹബന്ധം പൂർണ്ണാർത്ഥത്തിൽ തന്നെ വേർപിരിഞ്ഞ ഘട്ടത്തില് അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സൈനബിനെ പത്നിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പല സാമൂഹ്യമായ കാരണങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് അതിന് വൈമനസ്യം കാണിച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ വൈമനസ്യവും വിമുഖതയും അള്ളാഹു അംഗീകരിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തെ ജനങ്ങളെ ഭയപ്പെടുന്നതിന്റെ പേരിലുള്ള ആക്ഷേപത്തിന് വിധേയനാക്കിക്കൊണ്ട് തന്നെ അള്ളാഹു നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലൊരു തിരുത്തൽ നടത്തി ആ കാര്യം നേരിട്ട് നിർവഹിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യം അനിവാര്യമായിട്ടും നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാണ്. വക്കാന അംറുല്ലാഹി മഫ്ഊല. അള്ളാഹുവിന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നടപടി അത് നടപ്പിലാക്കാനുള്ളതാണ്. അതില് ആരെന്ത് വിചാരിക്കും, ആരെന്ത് കരുതും എന്നതൊന്നും പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളെ അല്ല. ഈ വിധത്തിലാണ് ആ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ ബാധ്യതയാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് യാതൊരു വൈമനസ്യവും യാതൊരു മനപ്രയാസവും ഉണ്ടാവേണ്ടതില്ല എന്നാണ് തുടർന്നുള്ള ആയത്തില് അള്ളാഹു പറയുകയുണ്ടായത്. പിന്നിട്ട കാലങ്ങളില്
ഭൂമുഖത്ത് വന്നു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ഒക്കെ കാര്യത്തിലും അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള ദൈവിക ഇച്ഛയുടെ ദൈവിക നടപടിയുടെ രീതി ഇത് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അത് നടപ്പിലാക്കുന്നതിന് ഒരു വൈമനസ്യവും ഒരു പ്രവാചകനും കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അള്ളാഹുവിന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം അത് നിർണയിക്കപ്പെട്ടതും സുനിശ്ചിതമായി നടപ്പിലാക്കപ്പെടേണ്ടതും തന്നെയാണ് എന്നാണ് വീണ്ടും ആ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു തുടർന്നുള്ള 38-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കുകയുണ്ടായത്. എന്നിട്ട് ആ പ്രവാചകന്മാരെ അവരുടെ പൊതുവായ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരാമർശിക്കുകയാണ് 39-ാമത്തെ ആയത്തിൽ. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി, അവര് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ആളുകളാണ് ഈ പ്രവാചകന്മാർ. വയഖ്ശൗനഹു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമാണ്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും ഭയക്കുകയും ഇല്ലാത്തവരാണ് പ്രവാചകന്മാർ. ഭയപ്പെടാൻ അർഹതയുള്ളത് തീർച്ചയായിട്ടും അള്ളാഹു മാത്രമാണ്. പ്രവാചകന്മാർ മറ്റാരെയും ഭയപ്പെടുകയില്ല, അള്ളാഹുവിന് മാത്രമേ അവര് ഭയപ്പെടുകയുള്ളൂ. വകഫാ ബില്ലാഹി ഹസീബ, കാര്യങ്ങൾ വിലയിരുത്താനും അതിന്റെ കണക്കെടുപ്പ് നടത്താനും വിചാരണ നടത്താനും ഒക്കെ ഏറ്റവും യോഗ്യനായത്, ഏറ്റവും തികവാർന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹു തന്നെയാണ് എന്ന കാര്യമാണ് തുടർന്ന് അള്ളാഹു പറഞ്ഞു വെച്ചത്. അതിനുശേഷമാണ് ഈ 40-ാമത്തെ ആയത്ത്, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 40-ാമത്തെ ആയത്ത് വരുന്നത്. ഈ സന്ദർഭവുമായി നേരിട്ട് ഈ ആയത്തിലെ 40-ാമത്തെ ആയത്തിലെ ആശയങ്ങൾക്ക് ബന്ധമുണ്ട്. അതേ സമയം തന്നെ അതിന് പൊതുവായ ചില ലക്ഷ്യങ്ങളുമുണ്ട്. ഞാൻ ആദ്യം ഈ ആയത്തിന്റെ ആശയം നിങ്ങളെ കേൾപ്പിക്കാം. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നിങ്ങളിൽ ഒരു ആണിന്റെയും നിങ്ങളുടെ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും പിതാവല്ല. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളുടെ റിജാലിന്റെ കൂട്ടത്തിൽ, റിജാൽ എന്ന് പറഞ്ഞാൽ റജുലിന്റെ ബഹുവചനാണ്, ആണുങ്ങൾ, നിങ്ങളിലെ ആണുങ്ങളിൽ ഒരാളുടെയും പിതാവല്ല മുഹമ്മദ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പുത്രന്മാരുണ്ടായിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ശൈശവത്തിന്റെ നാളുകളെ അതിജീവിച്ചിട്ടില്ല. ഇബ്രാഹിം എന്ന പേരിൽ, ഖാസിം എന്ന പേരിൽ ഒക്കെ അറിയപ്പെട്ടിരുന്ന ആൺമക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ശൈശവത്തിനപ്പുറത്തേക്ക് അവര് ജീവിക്കുകയുണ്ടായില്ല എന്നതാണ് ചരിത്രപരമായി വെളിപ്പെടുന്ന വസ്തുത. ഈ സൂറത്ത് അവതരിക്കുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അഹ്സാബ് യുദ്ധത്തിന്റെ അതുപോലെ ബനൂ ഖുറൈള ഉപരോധത്തിന്റെ ഒക്കെ സമയത്താണല്ലോ. എന്ന് പറഞ്ഞാൽ ഹിജറ 5-ാം വർഷമാണ്. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 5 വർഷം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലം നീണ്ടുനിന്ന ദൗത്യ നിർവഹണത്തിലെ അവസാനത്തെ ഘട്ടത്തിലാണ്, ഏകദേശം അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. അഹ്സാബ് യുദ്ധം, ബനൂ ഖുറൈള ഗോത്രത്തെ, യഹൂദ ഗോത്രത്തെ ഉപരോധിച്ച് അവരുടെ മേലുള്ള സൈനിക നടപടി നടപ്പിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ആ സന്ദർഭത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കളൊന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. അന്നത്തെ അറേബ്യൻ സമൂഹത്തിലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പുത്രനുമല്ല. അവരുടെ കൂട്ടത്തിൽ ആരുടെയും പിതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രത്യേകം പറയുന്നതിന് ഒരു സാങ്കത്യമുണ്ട്. സെയ്ദ് ബിനുൽ ഹാരിസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായിട്ട് നേരത്തെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്നു. പിന്നീട് ദത്തുപുത്രന്മാരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ വിധി തീർപ്പുണ്ടാവുകയും അവരുടെ പിതാക്കന്മാരിലേക്ക് തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് നിർദ്ദേശം വരികയൊക്കെ ചെയ്ത പശ്ചാത്തലത്തില് സെയ്ദ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുത്രനാണ് എന്ന വിധത്തിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ന്യായവുമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ പത്നി അവര് വിവാഹ മോചിതയായാലും അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്റെ വധു ആകുന്നില്ല, അല്ലെങ്കിൽ പുത്രന്റെ വിവാഹമുക്തയായ മുൻ ഭാര്യ ആവുന്നില്ല. സെയ്ദ് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലൊക്കെ ആയിരിക്കും അദ്ദേഹം ഉണ്ടാവുക. പക്ഷെ അതിന്റെ അർത്ഥം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനാണ് എന്നല്ല. അദ്ദേഹത്തിന്റെ പത്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രവധുവുമല്ല. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രവധുവിനെ വിവാഹം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പുത്രന്റെ വധുവിനെ അവര് വിവാഹമോചനം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ അവരെ വധുവായിട്ട്, സ്വന്തം വധുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന ആക്ഷേപം കഴമ്പില്ലാത്തതാണ് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ആയത്ത് ഈ വിവരണ ശൃംഖലയിൽ അതിനോട് ചേർന്ന് വരുന്നതിന്റെ ഒരു സാങ്കത്യം അതാണ്. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ. അത് ആളുകൾ വെറുതെ പറഞ്ഞു വരുത്തുന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. മുഹമ്മദ് ആരുടെയും ഇന്ന് ജീവിച്ചിരിപ്പുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളുടെ കൂട്ടത്തില് ഒരാളുടെയും വാപ്പയല്ല, പിതാവല്ല. വലാക്കിൻ റസൂൽ അല്ലാഹ്. എന്താണ് അദ്ദേഹത്തിന്റെ ശരിയായ സ്റ്റേറ്റസ്? അതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. വലാക്കിൻ റസൂൽ അല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്. വഖാതമൻ നബിയീൻ, പ്രവാചകന്മാരിൽ അന്തിമനുമാണ്, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്. അള്ളാഹുവിന്റെ ദൂതനാണ്, നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആളുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഖത്തും എന്ന് പറഞ്ഞാൽ മുദ്ര എന്നാണ് അർത്ഥം. ഖത്തുമുൻ നബുവ, മുദ്ര. ഒരു സംഗതി ക്ലോസ് ചെയ്യുമ്പോൾ അതിന്റെ പരിസമാപ്തി, അത് പൂർണ്ണമായി മുഴുവനായി അത് മുഴുമിപ്പിച്ചു എന്ന കാര്യം സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു സംഗതി പാക്ക് ചെയ്ത് അതിന്റെ പുറത്തൊരു മുദ്ര പതിപ്പിക്കുന്നത്. ആ ഒരു സംഗതിയിൽ നിന്നാണ് നടപടിയിൽ നിന്നാണ് ഈ പ്രയോഗം വരുന്നത്. ഖാത്തമുൻ നബിയീൻ എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ ആ പരമ്പരക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അതിന് മുദ്ര വെച്ച ആളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതിനുശേഷം ഇനിയൊന്നും അതിനകത്തേക്ക് എടുത്തിടാൻ പറ്റൂല. അതാണ് പറയുന്നതിന്റെ സൂചന. നമ്മളൊരു തപാൽ ഉരുപ്പടിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതില് ഏറ്റവും അവസാനമാണ് കവറ് പശ വെച്ച് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുദ്ര വയ്ക്കുക. ആ മുദ്ര വയ്ക്കുന്നതോടുകൂടി അത് ക്ലോസ്ഡ് ആയി. ആ ഫോൾഡർ പിന്നെ അത് കിട്ടുന്ന ആള് തുറക്കുക എന്നല്ലാതെ അതിലേക്ക് ഇനിയൊന്നും ആഡ് ചെയ്യാൻ കഴിയില്ല. ആ വിധത്തിലാണ്. അപ്പൊ ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും പിതാവ് എന്ന, ഏതെങ്കിലും ആണുങ്ങളുടെ പിതാവ് എന്ന നിലക്കല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്റ്റേറ്റസ് ഉള്ളത്. അദ്ദേഹം അങ്ങനെയല്ല. നിങ്ങളുടെ ആണുങ്ങളിൽ ഒരാളുടെയും വാപ്പയല്ല അദ്ദേഹം. മറിച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്, റിസാലത്തുമായി വന്ന അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അതോടൊപ്പം വഖാത്തമുൻ നബിയീൻ, നബിമാരില് അവസാനത്തെ ആളുമാണ്. അപ്പൊ റസൂലും നബിയും ഒക്കെ നമ്മൾ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. ഇവിടെ അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകനും ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ ആളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അള്ളാഹുവിടെ വ്യക്തമായിട്ട് പറയുന്നത്. വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്നാണ്. ധാരാളം വിവാദങ്ങൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽക്കാലത്ത് ഉടലെടുത്തിട്ടുണ്ട്. പ്രവാചകത്വം അവസാനിച്ചിട്ടില്ല, ഇനിയും പ്രവാചകന്മാര് വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ആളുകളുടെയും പ്രചാരണവും വ്യാജ പ്രവാചകന്മാരുടെ ആഗമനവും ഒക്കെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അറേബ്യയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാന്ത്യത്തിന്റെ ഘട്ടത്തിൽ ചില ആളുകൾ പ്രവാചകന്മാരായിട്ട് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്തും ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാധ്യതകളൊക്കെ അടച്ചിടുന്ന ദൈവിക സന്ദേശം മനുഷ്യ സമൂഹത്തിനായി സമർപ്പിക്കുക എന്ന പ്രക്രിയ പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെടുക എന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്ന കാര്യം. ഇവിടെ ഈ കാര്യം പറയുന്നതിനുള്ള സാങ്കത്യം അള്ളാഹുവിന്റെ പ്രവാചകനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനാണ് സെയ്ദ് എന്ന വിധത്തിൽ ആളുകൾ പറയാറുണ്ടായിരുന്നതും അദ്ദേഹത്തിന്റെ വിവാഹമുക്തയായ പത്നിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായി സ്വീകരിച്ച സംഗതിയെ വിമർശിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ആളുകൾ അങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നത്. അതിനെ അള്ളാഹുവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ സ്പഷ്ടമായിട്ട് തന്നെ ഗണ്ണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിലെ ആണുങ്ങളുടെ ഒരാളുടെ പോലും വാപ്പയല്ല, പിതാവല്ല. അതല്ല അദ്ദേഹത്തിന്റെ സ്ഥാനവും. ആ സന്ദർഭത്തിനോട് ചേർത്ത് ഒരുപക്ഷെ എക്കാലത്തേക്കുമായി ഈ വിഷയത്തിൽ ഒരു വെളിച്ചം തരുന്ന വിധത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളുമാണ് എന്നതാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മാർഗദർശനത്തിനായി വെളിപാടുകൾ ലഭിക്കുന്ന ഒരു ദൂതൻ, ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഇനിയൊരാളും വരാനില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ദൗത്യം നിർവഹിക്കുന്ന യുഗപുരുഷന്മാരും പരിഷ്കർത്താക്കളും അതുപോലെ പ്രബോധകരും ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാക്കന്മാരും ഒക്കെ ഉണ്ടാവുക എന്നതല്ലാതെ ഒരു പ്രവാചകൻ ഇനിയും വരിക എന്നത് ഒരു നിലക്കും സാധ്യതയുള്ള കാര്യമല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പൊ ഈ ഖത്മുൻ നുബുവത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്ത് പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധമായി അതിനോട് ചേർത്ത് പല വിഷയങ്ങളും പഠനത്തിൽ വരുന്നതായിട്ടും കാണാം. ധാരാളം പുസ്തകങ്ങളും അത് സംബന്ധമായിട്ട് വിരചിതമായിട്ടുള്ളതും നമ്മുടെ ശ്രദ്ധ പതിയുന്ന വിധത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരും. സയ്യിദ് അബുൽ അഅല മൗദൂദി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തില് സാമാന്യം ഒരു പുസ്തകത്തിനോളം, ചെറിയൊരു പുസ്തകത്തിനോളം ദൈർഘ്യം വരുന്ന ഒരു അപ്പൻഡിക്സ് ഈ വിഷയകമായിട്ട് ഈ അധ്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് പഠനവിധേയമാക്കാൻ പറ്റുന്ന, വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള വളരെ നല്ലൊരു പഠനമായിട്ട് കാണാൻ സാധിക്കും. അത് അദ്ദേഹം രചിച്ചിട്ടുണ്ടാകുക ഒരു പക്ഷേ ഇന്ത്യയിലെ അഹമ്മദ് ഖാദിയാൻ കാരണമായി അദ്ദേഹത്തിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടു വന്ന, പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചുരുങ്ങിയ തോതിലെങ്കിലും എത്തി
പെട്ടിട്ടുള്ള ഖാദിയാനി പ്രസ്ഥാനം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയും വിവാദവും ഒക്കെ സങ്കീർണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച ഘട്ടത്തിലായിരിക്കണം അത്രയും വിശദമായ ഒരു പഠനം നടത്തിയിട്ട് അത് ഈ സൂറത്തിന്റെ വ്യാഖ്യാന ത്തിന്റെ ഭാഗമാക്കി അദ്ദേഹം ചേർത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഈ സൂറത്തിന്റെ പഠനത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മറ്റത് അങ്ങനെ ഒരു സങ്കീർണമായ വിഷയമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു വിഷയമായിട്ട് പഠിക്കുകയും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്തുകയൊക്കെ ചെയ്യാം. അപ്പോ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയും ഒരു പുരുഷന്റെയും പിതാവല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്, നബിമാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സംബന്ധമായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും കൃത്യമായ അറിവുള്ളത് അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ ഇവിടെ സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവരെ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചർച്ച, അതിന്റെ ഒരു ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അതിനെ തുടർന്ന് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് പ്രവാചകന്മാരുമായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അന്ത്യദൂതനുമായി ഉള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നതൊക്കെ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിശദാംശങ്ങളൊക്കെയും തന്നെ അടുത്ത ദിവസം ആ ആയത്തുകൾ പഠന വിധേയമാക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.